ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് അങ്ങയെ അവതരിപ്പിക്കുന്നത്. കാര്യം ഞങ്ങളെപ്പോലൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു. ശബരിമല തീർത്ഥാടനം ഒട്ടനവധി തവണ അങ്ങ് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഒരു സീസണിൽ തന്നെ പലവട്ടം മലയാള മനോരമയ്ക്കായി മല കയറി റിപ്പോർട്ട് ചെയ്തയാളാണ്. അതിനുശേഷം ഞങ്ങൾക്കും പിന്നെ ഭാവി തലമുറയ്ക്കും കാത്തുവയ്ക്കാനായി ഒട്ടനവധി സൃഷ്ടികൾ സമ്മാനിച്ച ആളുമാണ്. പലപ്പോഴും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്ത് വിഷയം വന്നാലും ഓടിയെത്തുന്നത് കവടിയാറിലെ അങ്ങയുടെ വസതിയിലേക്കാണ്. നമുക്ക് വരുന്ന തെറ്റുകൾ പോലും നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ഏതാണ് ശരി എന്നൊക്കെ അറിയാൻ നമ്മൾ ആശ്രയിക്കുന്ന ശശിഭൂഷൺ സാറിനെയാണ്. അത് മാത്രമല്ല, അദ്ദേഹം പറയുകയായിരുന്നു സന്നിധാനത്ത് പലവട്ടം പോയിട്ടുണ്ട്. അന്ന് ഈ സാങ്കേതിക വിദ്യകളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഫോൺ പോലും ഉണ്ടോ എന്ന് സംശയം. അവിടെ റേഞ്ച് ഇല്ലല്ലോ. അപ്പൊ അതാണ് വാർത്തയായി എങ്ങനെ എത്തിക്കുന്നു, അതൊക്കെ നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. അതെ, അപ്പോൾ ആദ്യം തന്നെ മണ്ഡലകാലം, നമ്മൾ പലതരത്തിൽ പാട്ടുകളുണ്ട്, നമ്മൾ പലതും പറയുന്നു, പ്രസംഗിക്കുന്നു. എന്താണ് മണ്ഡലകാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു തുടങ്ങാം. സ്വാഗതം സർ. നമസ്തേ. നമസ്തേ. കേരളത്തെ ഭക്തി സാന്ദ്രമാക്കുന്നതിൽ ഈ മണ്ഡലകാലം അതിപ്രധാനമായൊരു പങ്കാണ് വഹിക്കുന്നത്. വൃശ്ചികം 1-ാം തീയതി മുതൽ ഒരു 48 ദിവസം നീണ്ടു നിൽക്കുന്ന ആ കാലത്തെയാണ് മണ്ഡലകാലമെന്ന് മലയാളികൾ വിശേഷിപ്പിക്കാറുള്ളത്. ആദ്യകാലത്ത് ശബരിമലയിൽ ഈ മകരവിളക്കിനായിരുന്നു പ്രാധാന്യം. അന്ന് മകരവിളക്കിന് തൊട്ട് മുമ്പുള്ള ഒരു 4-5 ദിവസങ്ങൾ മാത്രമാണ് ഈ ഭക്തന്മാർ തീർത്ഥാടകരായിട്ട് അവിടെ പോയിട്ടുള്ളത്. പിന്നീട് ക്രമേണ അവിടെ തിരക്ക് വർദ്ധിക്കുകയും കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തതോടുകൂടിയാണ് ഈ മണ്ഡലകാലത്തിനും മണ്ഡല വിളക്കിന് കൂടി ശബരിമല തുറന്നു കൊടുക്കാൻ തുടങ്ങിയത്. അത് കേരളം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചു. പക്ഷേ ഈ മണ്ഡലകാലം എന്ന് പറയുമ്പോൾ ശബരിമലയിലാണ് പ്രധാനമായി നമ്മുടെ ശ്രദ്ധ എത്തുന്നതെങ്കിലും കേരളം മുഴുവൻ അന്ന് വിശുദ്ധിയുടെ നാളുകളാണ്, ഭക്തി സാന്ദ്രതയുടെ നാളുകളാണ്. ക്ഷേത്രങ്ങളിലെല്ലാം അന്ന് കളമെഴുത്തും പാട്ടും കാണും, അല്ലെങ്കിൽ കളമെഴുത്തെങ്കിലും കാണും. ഇപ്പോഴും ആ പതിവ് തുടരുന്നുണ്ട്, വളരെ ചെറിയ തോതിലൊക്കെ ആണെങ്കിൽ പോലും. ഇപ്പോൾ ഉദാഹരണത്തിന് കോട്ടയത്തെ താഴത്തങ്ങാടിയിലെ തളി ക്ഷേത്രം, ആ തളി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. പക്ഷേ ഈ 48 ദിവസവും ആ തളി ക്ഷേത്രത്തിലെ ഉപദേവതയായ ചെറുവള്ളിക്കാവിൽ അമ്മയുടെ ഒരു ഉപദേവതാ സ്ഥാനമുണ്ട്. ആ ഉപദേവതാ സ്ഥാനത്തിൻ്റെ മുമ്പ് ഒരു കളമെഴുത്തുണ്ടാവും. അതിന് പതിവായി അതിന് അവകാശമുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ഒരാളായിരിക്കും വന്ന് ഈ കളമെഴുതിയിട്ട് ഒരു പൂജയും പാട്ടും ഒക്കെ പേരിനെങ്കിലും നിർവഹിച്ചിട്ട് പോകുന്നത്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ഈ മണ്ഡലകാലം മുഴുവൻ കളമെഴുത്തും പാട്ടും ഇന്നും നടന്നു വരുന്നു. അതുപോലെ തന്നെ വീടുകളിൽ അമ്പലങ്ങളിൽ പോകാൻ സാധിക്കാത്തവരുണ്ട്, തീർത്ഥാടനം നടത്താൻ കഴിയാത്തവരുണ്ട്, രോഗികളുണ്ട്, പ്രായം ചെന്നവരുണ്ട്. പക്ഷെ അവരെല്ലാം തന്നെ ഈ മണ്ഡലകാലത്തെ വിശുദ്ധിയുടെ നാളുകളായിട്ടാണ് കാണുന്നത്. ഇതെങ്ങനെയാണ് ഈ മണ്ഡലകാലത്തിന് ഇത്ര പ്രാധാന്യം വന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് ചരിത്രകാലം മുതലെങ്കിലും ഈ ഒരു ആചരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് ഈ ദിവസങ്ങളിൽ ശബരിമല മാറുകയാണ്. ഇപ്പം ആദ്യകാലത്തൊക്കെ ശബരിമല എത്താൻ തന്നെ പ്രയാസമായിരുന്നു. എരുമേലി വഴിയാണ് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പുതിയ പാത വന്നത്. കുറെ കൂടി എളുപ്പത്തിൽ അവിടെ എത്താം. അന്നൊക്കെ കോട്ടയത്തെ പത്രപ്രവർത്തകരുടെ ചുമതലയാണ് ശബരിമലയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കേരളീയരെ അറിയിക്കുക എന്നുള്ളത്, മലയാളികളെ അറിയിക്കുക എന്നുള്ളത്. ഞാൻ 1974 ശബരിമലയിൽ പോകുന്നത്. ഇടയ്ക്ക് പറയട്ടെ, ഞാൻ മാധ്യമപ്രവർത്തകനായി പോയിട്ടുണ്ട്, വിശ്വാസിയായി പോയിട്ടുണ്ട്, ഇരുമുടിക്കെട്ടുമായിട്ട് പോയിട്ടുണ്ട്, അതുപോലെ ഗവേഷകനായിട്ട് പോയിട്ടുണ്ട്, ചരിത്രകാരനായിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഈ വൈവിധ്യങ്ങളിലെല്ലാം ഞാൻ ആഹ്ലാദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ 1974 പോകുന്നത്. അന്നും ധാരാളം ആളുകൾ ശബരിമലയിൽ വരും. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, കർണാടകത്തിൽ നിന്നുള്ള ആളുകളും വരാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ കോട്ടയത്തെ പത്രപ്രവർത്തകർ ഇതിനെ അവരുടെ ഒരു ദൗത്യമായിട്ട് ഇതിനെ ഏറ്റെടുത്തിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, KM റോയി എന്ന് പറയുന്ന അന്നത്തെ പ്രസ് ക്ലബ് പ്രസിഡൻറ്റ്, അദ്ദേഹമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പെരിയ സ്വാമി. ആ പെരിയ സ്വാമി, അതുപോലെ ജോസഫ് മാടപ്പള്ളി, അതുപോലെ UNAയുടെ റിപ്പോർട്ടറാണ് അദ്ദേഹം. അന്ന് ഹിന്ദുവിന് വേണ്ടിയിട്ടാണ് KM റോയി റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഞങ്ങളുടെ കൂടെ ദേശാഭിമാനിയിലെ പണിക്കരി ഏട്ടനുണ്ടാവും. ഞങ്ങളുടെ ഈ യാത്ര തന്നെ വളരെ ഒരു രസകരമായ ഒരു യാത്രയാണ്.
അപ്പോൾ ഒരു തവണ ഈ തിരുവാഭരണ ഘോഷയാത്ര നടക്കുകയാണ്. അപ്പോൾ തിരുവാഭരണ ഘോഷയാത്രയിൽ അതിങ്ങനെ ആചാരപൂർവ്വം പന്തളം കൊട്ടാരത്തിൽ നിന്ന് അയ്യപ്പസ്വാമിയെ ഒരുക്കാനുള്ള ആഭരണങ്ങളുമായിട്ട് വരികയാണ്. അപ്പോൾ ഈ കാനനപാതയിൽ കൂടി ഇതിങ്ങനെ മുന്നേറുമ്പോഴത്തേക്കും ഇതിനെ അകമ്പടി സേവിക്കാനെന്നോണം കൃഷ്ണപ്പരുന്തുകൾ വന്നു. അപ്പോൾ ഈ കൃഷ്ണപ്പരുന്തുകൾ എവിടെ നിന്ന് വരികയാണ്, ഇതിനെ ആരെങ്കിലും തുറന്നു വിടുകയാണോ എന്നൊക്കെ സംശയിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല. അത് കഴിഞ്ഞിട്ട് ഈ തിരുവാഭരണങ്ങളിൽ പടി കയറി കത്തിക്കഴിയുമ്പോഴത്തേക്കും അവ അപ്രത്യക്ഷമാവുകയാണ്. അതിനെയൊക്കെ ഞങ്ങൾ എത്രയധികം ആഹ്ലാദത്തോടെയും അത് ഈ വായനക്കാരെ അറിയിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ പിന്നീടത്തെ ശ്രമം. ഇന്നത്തെ പോലെ അന്ന് ടെലിഫോൺ പ്രവർത്തിക്കുകയില്ല. ആകപ്പാടെ ഇടയ്ക്ക് മാത്രം കിട്ടുന്ന ഒരു ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു കോൾ വരിക, അല്ലെങ്കിൽ വളരെ പ്രയാസമാണ്. കുറച്ച് സമയമേ കിട്ടുകയുള്ളൂ. എല്ലാ പത്രക്കാർക്കും അല്പാൽപ്പ സമയം കൊടുക്കും. ഇതിനിടയ്ക്ക് മത്സരമുണ്ട്. ശബരിമലയെ പറ്റിയുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്ത എത്തിക്കുന്നത് ഞാനാണ് എന്ന് ആകണം എന്ന കാര്യത്തിൽ ഓരോ പത്രപ്രവർത്തകർക്കും വാശിയുണ്ടായും. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തിരുവാർപ്പ് ബാലൻചേട്ടൻ എന്ന് പറഞ്ഞ ഒരു പെരിയ സ്വാമി അന്ന് ഞങ്ങൾക്കൊക്കെ വഴികാട്ടിയായിട്ടുണ്ട്. അദ്ദേഹം ഒരേ സമയം മാധ്യമപ്രവർത്തകനുമാണ്, അദ്ദേഹം ശബരിമലയുടെ ഒരു അപ്രഖ്യാപിത അംബാസഡറുമായിട്ട് മാധ്യമങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും. അങ്ങനെ ഒരുപാട് സ്മരണകൾ ഓർക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആയിരക്കണക്കിന് ഭക്തന്മാർ അവരുടെ ആ ഒരു സമർപ്പണം, അവരുടെ കേടൽ, അവരുടെ പ്രാർത്ഥന, അവരുടെ വേദനകൾ അവിടെ സമർപ്പിക്കുന്നു. അതൊക്കെ എനിക്ക് മറക്കാനാവാത്ത അനുഭവങ്ങളായിട്ട് ഞാൻ ഇന്നും ഓർക്കട്ടെ. ശബരിമല എന്ന് പറയുന്നത്, തീർത്ഥാടനം എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു സംസ്കാരത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമായി ഇന്ന് മാറിയിരിക്കുന്നു. വളരെ രസകരമായ, ഒരു പക്ഷേ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് സാറ് പറയുന്ന ഈ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ചെറിയൊരു കുട്ടിയായി ആദ്യ കന്നിമല ചവിട്ടിയത് ഓർമ്മയുണ്ട്, കന്നിസ്വാമിയായി പോയത് ഓർക്കുന്നുണ്ട്. വളരെയധികം മാറ്റങ്ങൾ കാലം കൊണ്ടുവന്നിരിക്കുന്നു, തീർത്ഥാടകരുടെ തിരക്ക് കാലം കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു, ലോകത്തൊരു ക്ഷേത്രത്തിനും, മലമുകളിലൊക്കെ ക്ഷേത്രങ്ങളുണ്ട്, ഉയരങ്ങളിൽ ക്ഷേത്രങ്ങളുണ്ട്, പക്ഷേ ഇത്രയധികം പ്രത്യേകതകളുള്ള, ഇത്രയും സവിശേഷമായ, ഇത്രയധികം പ്രത്യേകതകൾ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ക്ഷേത്രം, ആചാരപരമായ വൈവിധ്യം അതെ എല്ലാമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് കൂടി പുതിയ തലമുറയിലേക്ക് ശശിഭൂഷൺ സാർ. ശബരിമലയ്ക്ക് സമാനമായിട്ട് ഞാൻ ലോകത്തെ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോയിട്ടുണ്ട്. ഏകദേശം ഒരു സാമ്യം കൽപ്പിക്കാവുന്നത് ശ്രീലങ്കയിലെ കൊളംബോയ്ക്ക് തെക്കുള്ള കതിർഗാമ എന്ന് പറയുന്ന സ്ഥലത്തെ ക്ഷേത്രമാണ്. അവിടെ സുബ്രഹ്മണ്യനാണ് പ്രതിഷ്ഠ. ഒരു കാടാണ്, ഇത് ഒരു ചെറിയ കുന്നാണ്, കുന്നിൻ്റെ മുകളിലാണ്. പക്ഷേ ശബരിമലയെ പോലെ ഒരു നിബിഡമായ വനമല്ല, ഒരു ചെറിയ കാടെന്ന് വേണമെങ്കിൽ പറയാം. ആണ്ടിലൊരു തവണ മാത്രമേ അവിടെ, ഈ മണ്ഡലക്കാലത്ത് തന്നെയാണ് അത് തുറക്കുന്നത്, ആ സമയത്ത് മാത്രമേ അവിടെ നട തുറക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് അവിടെ ആകെ മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ അവിടെ 365 ദിവസവും ആളുകൾ അവിടെ എത്തുന്നുണ്ട്. മാത്രമല്ല ആ കതിർഗാമ ക്ഷേത്രത്തിൻ്റെ മുമ്പ് വരെ വാഹനത്തിൽ എത്തും. പഴയ തരത്തിൽ കാൽനടയായി പോകുന്നവർ ഇപ്പോഴും അപൂർവമായിട്ടുണ്ട്. പക്ഷേ ശബരിമലയുടെ പ്രത്യേകത, എത്രയൊക്കെ നഗരവൽക്കരണം വന്നു എന്ന് പറയുമ്പോഴും ആ കാനന തീർത്ഥാടനത്തിൻ്റെ അന്തസത്തയിൽ നിന്ന് അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. അത് അവിടെ ആ തീർത്ഥാടകരാണ്, അവരുടെ മനസ്സിലാണ്. അവരെ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തിയിട്ടാണോ ഈ മാലയിട്ടതെന്നൊന്നും ചോദിക്കാനായിട്ട് അവിടെ ആരുമില്ല. പക്ഷെ അവർ സ്വയം അത് തീരുമാനിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെ പോകാവൂ എന്ന് തീരുമാനിക്കുകയാണ്. വളരെ സങ്കീർണമായ സങ്കല്പമാണ് ശാസ്താവിൻ്റേത്. അവിടെ ശാസ്താവ്, അയ്യപ്പൻ എന്നൊക്കെ പറയുന്ന ആ ഈ ദേവതാ സങ്കല്പം പലരും വിചാരിക്കുന്നത് പോലെ ഇന്നലെ ഉണ്ടായതല്ല, ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായതല്ല, വളരെ വളരെ പുരാതനമായൊരു സങ്കല്പമാണ്. ഞാൻ ഇന്ത്യ മുഴുവനുള്ള ഈ മ്യൂസിയങ്ങളിൽ പോയിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ശാസ്താവിൻ്റെ വിഗ്രഹങ്ങൾ വടക്കേ ഇന്ത്യയിലെ മ്യൂസിയങ്ങളിൽ വളരെ സാധാരണമായി കാണാം. പക്ഷെ പേരവർ പറയുന്നത് രേവന്ത എന്നാണ്. നമ്മുടെ തീയാട്ടുപാട്ടുകളിലെ രേവന്തയെ ഋഷിയായിട്ട് തന്നെ സങ്കല്പിക്കുന്നുണ്ട്. കുതിരപ്പുറത്തിരിക്കുന്ന അശ്വാരൂഢനായ അയ്യപ്പനെ അലഹബാദ് മ്യൂസിയത്തിൽ, അല്ലെങ്കിൽ ലക്നൗവിലെ മ്യൂസിയത്തിലെ, ഭുവനേശ്വറിലെ മ്യൂസിയത്തിലെ ഒക്കെ ഉണ്ട്. പേര് രേവന്ത എന്ന് പറയുന്നേ ഉള്ളൂ. ആ രേവന്ത എന്ന് പറയുന്നത് ചരിത്രാതീത കാലത്ത് മുതൽ ഇന്ത്യയിലെ ജനതയുടെ സങ്കല്പത്തിലുണ്ടായിരുന്നു. ഇതിൻ്റെ
ആദ്യകാലങ്ങളിലെ സാർത്ഥവാഹക സംഘങ്ങൾ, അതായത് കച്ചവട സംഘങ്ങൾ, അവരുടെ ഒരു ഇഷ്ടദേവനാണ് ഈ രേവന്ത എന്ന് പറയുന്ന മൂർത്തി. ആ രേവന്ത എന്ന് പറയുന്ന മൂർത്തിയെ പിന്നീട് ഈ ശാതവാഹനന്മാർ അവരുടെ ഒരു ഇഷ്ടദേവനായിട്ട് സ്വീകരിച്ചു. അത് കഴിഞ്ഞ് പല്ലവന്മാർ സ്വീകരിച്ചു, ചോഴന്മാർ സ്വീകരിച്ചു. ഏതാണ്ട് 11-ാം നൂറ്റാണ്ട് മുതൽ കേരളീയ ലിഖിതങ്ങളിൽ അയ്യപ്പനെ പറ്റി പരാമർശിക്കുന്നുണ്ട്.